Hello friends, welcome to my channel. അഞ്ചാം ക്ലാസ്സിന്റെ സോഷ്യൽ സയൻസ് സാമൂഹ്യ ശാസ്ത്രത്തിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ചരിത്രത്തിലേക്ക് എ റോഡ് ടു ഹിസ്റ്ററി എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് അല്ലെ. ഇതിന്റെ ഓൾറെഡി ഒരു ക്ലാസ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞതാണ്, കുറെ വർക്കുകളും നമ്മൾ ചെയ്തതാണ്. ആൻഡ് അതിൽ ചരിത്രം എന്താണ്, ചരിത്രാതീത കാലം എന്താണ്, ചരിത്രകാലം എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി അല്ലെ. ഹിസ്റ്റോറിക് പീരിയഡ്, പ്രീ ഹിസ്റ്റോറിക് പീരിയഡ്, ഹിസ്റ്ററി ഇതൊക്കെ പഠിച്ചതൊക്കെ നിങ്ങൾ എഴുതി വെച്ചിട്ടില്ലേ? ഓക്കെ, അപ്പൊ ഇല്ലെങ്കിൽ അത് അവിടെ സ്ക്രീനിൽ കാണാം. നിർബന്ധമായിട്ടും ഈ 3 കാര്യങ്ങൾ എന്തായാലും എഴുതി വെക്കണം കേട്ടോ. അത് കൂടാതെ കുറച്ച് നോട്ട്സ് ഒക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഈ ക്ലാസ്സിൽ മ്യൂസിയങ്ങളെ കുറിച്ച് പറഞ്ഞു അല്ലെ. മ്യൂസിയങ്ങളിൽ നമ്മളെ പഴയ കാലങ്ങളിലുള്ള ഒരുപാട് സാധനങ്ങൾ, പുരാതന വസ്തുക്കളാണ്, പുരാവസ്തുക്കളാണ് എന്ത് ചെയ്യുന്നത്, സൂക്ഷിച്ചു വെക്കുന്നത് അല്ലെ. എന്തിനാണ്? കഴിഞ്ഞു പോയതിനെ എന്തിനാണ് നമ്മൾ സൂക്ഷിക്കുന്നത്? കഴിഞ്ഞുപോയ കാര്യങ്ങൾ, നമ്മളുടെ ചരിത്രം, നമ്മൾ എങ്ങനെയാണ് ജീവിച്ചു വന്നത് അല്ലെ, ഈ കാര്യങ്ങളൊക്കെ പുതിയ തലമുറയും അറിഞ്ഞിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഹിസ്റ്ററി, ചരിത്രം എന്ന് പറയുന്നത് ഹിസ്റ്ററി അല്ലെ, ഹിസ്റ്റോറി പോലെയാണ്. അത് നമ്മുടെ സ്റ്റോറി തന്നെയാണ് ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മളുടെ കഴിഞ്ഞ കാലമാണ് അത്. ഒരിക്കലും നമ്മൾ വന്ന വഴി മറക്കരുത് എന്നൊക്കെ പറയും. അതുപോലെ കഴിഞ്ഞ കാലം നമ്മൾ ഒരിക്കലും മറക്കരുത് അല്ലെ. അതുപോലെ നമ്മൾ പാലക്കാട്ട് കോട്ടയെ പറ്റിയിട്ട് പരിചയപ്പെട്ടിരുന്നു അല്ലെ. അവിടുത്തെ ആ ഒരു വാസ്തുശില്പം, വെള്ളം വറ്റാത്ത കിടങ്ങുകൾ, അതിന്റെയൊക്കെ കൃത്യമായിട്ടുള്ള വിവരണം ഞാൻ വീണ്ടും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നമ്മൾ ക്ലാസ്സിൽ കേട്ടതാണ്. അതല്ലാതെ തന്നെ നമുക്ക് ഒരുപാട് വർക്ക് ഇന്ന് ചെയ്യാറുണ്ട് അല്ലെ. അപ്പോൾ നമ്മളിവിടെ കുറെ ചരിത്ര സ്മാരകങ്ങളുടെ ചിത്രങ്ങളും കണ്ടു അല്ലെ. നേപ്പിയർ മ്യൂസിയം, സെന്റ് ആഞ്ചലോ കോട്ട. ഈ സെന്റ് ആഞ്ചലോ കോട്ട എന്ന് പറയുന്നത് കണ്ണൂർ കോട്ടയാണ് കേട്ടോ. കണ്ണൂർ കോട്ട ഞാൻ പോയിട്ടുണ്ട്. കണ്ണൂർ കോട്ടയുടെ ഒരു നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കണ്ണൂർ കോട്ടയുടെ ഒരു വ്ളോഗ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ കോഴിക്കോട്ടുകാരത്തിയാണ്. അപ്പൊ ഞാൻ കണ്ണൂർ പോയപ്പോ അതിന്റെ ഒരു വ്ളോഗ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതുപോലെ തന്നെ കുതിരമാളിക, കൃഷ്ണപുരം കൊട്ടാരം, അഞ്ചുതെങ്ങ് കോട്ട തുടങ്ങിയ ഒരുപാട് ചരിത്ര സ്മാരകങ്ങളുടെ, ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളുടെ അല്ലെ, ഹിസ്റ്റോറിക് പ്ലേസസിന്റെ ചിത്രങ്ങൾ കണ്ടു. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോ, കുതിരമാളിക എന്ന് പറയുന്നതൊക്കെ കൊട്ടാരമാണ്. അതുപോലെ കോട്ടകള്, മ്യൂസിയങ്ങള്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ സ്മാരകങ്ങൾ എന്ന്. കാരണം എന്താ, പഴയ കാലം മുതലുള്ള നമ്മൾ സംരക്ഷിച്ചു പോരുന്നവയാണ് ഇത്തരത്തിലുള്ള ചരിത്ര സ്മാരകങ്ങൾ. അപ്പൊ ചരിത്ര പ്രാധാന്യമുള്ള ഒരു പ്രദേശത്തെ കുറിച്ചുള്ള കുറിപ്പ് തയ്യാറാക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അല്ലെ. Prepare a brief report of any one of the historical places in Kerala. ഇതൊക്കെ എക്സാമ്പിൾസ് ആണ് അല്ലെ. അഞ്ചുതെങ്ങ് അങ്ങനെയുള്ള കുറെ. അപ്പോ നിങ്ങളുടെ പ്രദേശത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയുടെ അവസാനം ഇതിനുള്ള ആ ഒരു ഉത്തരം നമുക്ക് നോക്കാം. പിന്നീട് നമ്മൾ 3 കാര്യങ്ങൾ പരിചയപ്പെട്ടു. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യമാണ്. ഇതിന്റെ പേര് നമ്മളോട് എഴുതാനും പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് ഈ 3 എണ്ണത്തിന്റെ പേര് എന്ന് പറയുന്നത്? കുടക്കല്ല്, മുനിയറ, നന്നങ്ങാടി അല്ലെ. ഇതാണ് കുടക്കല്ല്. കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലെ. എന്തൊരു വലിയ കല്ലുകളാ. 2 കല്ലുകൾ താഴെയും വെച്ചിട്ടുണ്ട്, ക്രോസ് ആയിട്ട് വെച്ചിട്ടുണ്ട്, മുകളിൽ ഒന്ന് വെച്ച് മൂടിയിട്ടുണ്ട് അല്ലെ. അതുപോലെ മുനിയറ ഒരു അറ പോലെ തന്നെയാണ്. നന്നങ്ങാടി ഇതൊക്കെ എന്തിനാ ഉപയോഗിച്ചത്? ബറിയലിനാണ് അല്ലെ, ശവസംസ്കാരത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു. അപ്പൊ ഇതിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാം. ഇനി നമ്മളൊരു മ്യൂസിയം ഉണ്ടാക്കാൻ പോവാണ്. ഇത് എഴുതിയെടുക്കണം കേട്ടോ. ഹിസ്റ്ററി മ്യൂസിയം എന്നെ ഹെഡിങ് കൊടുത്താൽ മതി. ടെക്സ്റ്റിലുള്ളത് തന്നെയാണ് കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മളൊരു മ്യൂസിയം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള, ഇപ്പൊ സ്കൂളിലൊരു മ്യൂസിയം ഉണ്ടാക്കണം. നമുക്കിപ്പോ സ്കൂളിൽ സാധിക്കാത്തതുകൊണ്ട് വീട്ടിൽ നിങ്ങൾക്ക് കഴിയുകയാണെങ്കിൽ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഹിസ്റ്ററി മ്യൂസിയത്തിലേക്ക്, ചരിത്ര മ്യൂസിയത്തിലേക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയും? കോയിൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കോയിൻസ് അല്ല കേട്ടോ, പണ്ടത്തെ കോയിൻസ്, പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന, ഇപ്പോൾ നിലവിലില്ലാത്ത, ഉപയോഗിക്കാത്ത കുറച്ച് കോയിൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ അതിനിപ്പോ നമുക്ക് ഇങ്ങനെ സാധനങ്ങൾ വാങ്ങാനൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അല്ലാതെ കൊടുത്താൽ പൈസയൊക്കെ കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും കോയിൻസ് ഉണ്ട്. പാം ലീവ്സ് എന്താ? താളിയോലകൾ, ആന്റിക് ലാംപ്സ്, പണ്ടത്തെ വിളക്കുകളൊക്കെ ഇല്ലേ, ഓൾഡ് യുറ്റൻസിൽസ്, ഓൾഡ് ടൂൾസ്, ട്രഡീഷണൽ അഗ്രികൾച്ചർ ടൂൾസ്, പണ്ടുകാലത്തെ ഉപകരണങ്ങളെയാണ് പറയുന്നത്. നാണയങ്ങൾ, താളിയോലകൾ, പഴയകാല വിളക്കുകൾ, പഴയകാല പാത്രങ്ങൾ, പഴയകാല വീട്ടുപകരണങ്ങൾ, കാർഷികോപകരണങ്ങൾ. അതുപോലെ നമുക്ക് എന്തൊക്കെ ഉപയോഗിക്കാം? പഴയ കാലത്ത് ഉണ്ടായിരുന്ന ആഭരണങ്ങൾ ഉപയോഗിക്കാം അല്ലെ, ആഭരണങ്ങളൊക്കെ വെക്കാം. അതുപോലെ പഴയ കാലത്ത് ഉണ്ടായിരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ചരിത്ര മ്യൂസിയത്തിൽ ആയിട്ട് നമുക്ക് ശേഖരിച്ച് വെക്കാം. അപ്പൊ കുറച്ച് സാധനങ്ങളുടെ ചിത്രങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ. എന്തൊക്കെയാണ്? ആദ്യത്തേത് എന്താ? നമ്മൾ പണ്ട് കൃഷിക്ക് ഉപയോഗിച്ചിരുന്ന കലപ്പയാണ്. പിന്നെ അതിനെ നമ്മൾ എന്താ പറയാ? കിണ്ടി, തണ്ണി എന്ന് പറഞ്ഞാൽ വെള്ളം. അപ്പൊ കിണ്ടി, വെള്ളം ഒഴിച്ചു വെക്കുന്ന കിണ്ടി. പണ്ട് കാലത്തൊക്കെ നമ്മൾ വീട്ടിലേക്ക് കയറി വരുമ്പോ ഈ കിണ്ടിയിൽ വെള്ളം വെക്കും. എന്നിട്ട് അതുകൊണ്ട് കൈയും കാലും ഒക്കെ കഴുകിയിട്ടാണ് വീട്ടിലേക്ക് കയറുക.
അല്ലെ. പിന്നെ വിഷറി, നമ്മള് വിഷറി ഇപ്പൊക്കെ വിഷറി കറണ്ട് പോയാൽ മാത്രമേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ അല്ലെ, പല വീട്ടിലും വിഷറി ഇല്ല. പിന്നെ മറ്റൊന്ന് ജലചക്രമാണ്, അത് കൃഷിക്ക് ജലസേചനത്തിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്നത്. മറ്റേത് റാന്തൽ വിളക്ക് എന്നാണ് അതിന് പറയാ, റാന്തൽ വിളക്ക്. ഓക്കെ, അപ്പോ അന്ന് ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ നമ്മൾ പറഞ്ഞു. ഇതിന് ഇന്ന് എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു, ഇത് നിങ്ങൾ എഴുതണം. അപ്പൊ അന്ന് ഇന്ന് എന്ന് തന്നെ ജസ്റ്റ് ഒരു പാരഗ്രാഫ് കൊടുത്തിട്ട് ഹെഡിങ്ങും വേണേൽ നിങ്ങൾക്ക് അന്ന് ഇന്ന് എന്ന് തന്നെ കൊടുക്കാം. ഇൻ ദ പാസ്റ്റ്, ഇൻ ദ പ്രസന്റ് എന്ന് ഹെഡിങ് കൊടുക്കാം. കലപ്പ, വാൽക്കിണ്ടി, തണ്ണിക്കിണ്ടിക്ക് വാൽക്കിണ്ടി എന്ന് പറയും. വിഷറി, ജലചക്രം, റാന്തല്. പ്ലോ, എ പോട്ട് വിത്ത് എ സ്പൗട്ട്. ഹാൻഡിൽഡ് ഫാൻ, വാട്ടർ വീൽ, ലാന്റേൺ. ഇതിനൊക്കെ ഇന്ന് ഉപയോഗിക്കുന്നത് എന്താണ്? കലപ്പയ്ക്ക് നമ്മൾ ട്രാക്ടർ ആണ് ഉപയോഗിക്കുന്നത്. വാൽക്കിണ്ടിക്ക് നമ്മൾ ടാപ്പ് എന്താ? പൈപ്പ് അല്ലെ, പൈപ്പല്ലൊക്കെ ഉപയോഗിക്കുന്ന കയ്യും കാലൊക്കെ കഴുകാനും വെള്ളമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വിഷറിക്ക് പകരം നമ്മൾ ഫാനാണ് യൂസ് ചെയ്യുന്നത്. ജലചക്രത്തിന് പകരം പമ്പ് സെറ്റ് വെച്ചിട്ട്, മോട്ടറൊക്കെ ഉള്ള പമ്പ് സെറ്റ്. റാന്തൽ വിളക്കിന് പകരം വൈദ്യുത ബൾബ്, ടോർച്ച് ഒക്കെ നമുക്ക് പറയാം. പ്ലോയ്ക്ക് പകരം ട്രാക്ടർ. പോട്ട് വിത്ത് എ സ്പൗട്ട്, ടാപ്പ്. ഹാൻഡിൽഡ് ഫാന് സാധാ നമ്മുടെ ഫാന്. വാട്ടർ വീലിന് പമ്പ് സെറ്റ്. ലാന്റേണിന് ഇലക്ട്രിക് ബൾബ് എന്നാട്ടോ അവിടെ ഉള്ളത്, ഇലക്ട്രിക് ബൾബ്. ഓക്കെ, ഇനി ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാന്ന് പറഞ്ഞിരുന്നു അല്ലെ. നമ്മൾ കണ്ടിട്ടുള്ള കുറച്ച് ചരിത്രപരമായിട്ട് പ്രാധാന്യമുള്ള കുറച്ച് സാധനങ്ങളുടെ ചിത്രങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. ആദ്യത്തത് എന്താണ്? അതെ, നമ്മൾ നേരത്തെ പറഞ്ഞ വെള്ളം വറ്റാത്ത കിടങ്ങുള്ള നമ്മുടെ പാലക്കാട് കോട്ടയാണ്, പാലക്കാട് ഫോർട്ട്. പിന്നെ കുടക്കല്ല് എന്ന് പറഞ്ഞാൽ എന്താ? അംബ്രല്ല റോക്ക് എന്നും പറയാറുണ്ട് കേട്ടോ. അംബ്രല്ല റോക്ക് എന്നും പറയും, കുട അംബ്രല്ല, അത്രേ ഉള്ളൂ. ഒരു കുട ഇങ്ങനെ തുറന്നു വെച്ച പോലെ തോന്നില്ലേ, കൂണ് പോലെയൊക്കെ നമുക്ക് തോന്നുന്നുണ്ട് അല്ലെ കുടക്കല്ല്. മുനിയറ പറയുമ്പോ ഒരു അറയുണ്ട് എന്ന് ആലോചിച്ചാൽ മതി. അടുത്തത് നന്നങ്ങാടി. പാലക്കാട് കോട്ട, കുടക്കല്ല്, മുനിയറ, നന്നങ്ങാടി. ഇത് നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട് പൂരിപ്പിക്കാൻ, അവിടെ ചെയ്താൽ മതിയാവും. ഇനി നമുക്ക് ഇതിന്റെയൊക്കെ നോട്ടിലേക്ക് ഒരു ചെറിയ കുറിപ്പ് എഴുതാം. നമ്മൾ ഈ ഒരു 3 സാധനങ്ങളിലെ കുടക്കല്ല്, മുനിയറ, നന്നങ്ങാടി, ഇവയുടെ 3നെ കുറിച്ചൊരു ചെറിയ കുറിപ്പ് അത് എഴുതി വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. കുടക്കല്ലുകൾ 1-2 മീറ്റർ ഉയരമുള്ള പരന്ന കല്ലുകൾ അല്പം ചായ്ച്ച് പിരമിഡിന്റെ ആകൃതിയിൽ നിർത്തി അവയ്ക്ക് മീതെ വൃത്താകാരത്തിലുള്ള വലിയ കൂമ്പാരക്കല്ല് വെച്ചാണ് കുടക്കല്ലുകൾ നിർമ്മിക്കുന്നത്. ഇവയ്ക്ക് കുടയുടെ ആകൃതി ഉള്ളതുകൊണ്ടാണ് കുടക്കല്ലുകൾ എന്ന് വിളിക്കുന്നത്. മുനിയറകൾക്ക് മേശയുടെ ആകൃതിയാണ്. കുത്തനെ നാട്ടിയ കൽപ്പാളിയാണ് മുഖ്യ ഭാഗം. ഇവയ്ക്ക് മുകളിൽ ഒരു കൽപ്പാളി ഉണ്ടാകും. ഈ കൽപ്പാളികൾ ചേർത്ത് വെക്കുമ്പോൾ അവയ്ക്കുള്ളിൽ ചതുരാകൃതിയിൽ ഒരു അറ രൂപപ്പെടും. ചില പ്രദേശങ്ങളിൽ ചെങ്കൽ അറകൾക്കും മുനിയറകൾ എന്ന് പറയാറുണ്ട്. ലാസ്റ്റ് വൺ, നന്നങ്ങാടികൾ. മരിച്ചവരുടെ ഭൗതിക അവശിഷ്ടങ്ങൾ അടക്കം ചെയ്തിരുന്ന വലിയ കളിമൺ പാത്രങ്ങളാണ് നന്നങ്ങാടികൾ. തീയിൽ ചുട്ടെടുത്ത ഇത്തരം കളിമൺ ഭരണികൾക്ക് മുതുമക്കത്താഴികൾ എന്ന് പേരുണ്ട്. എന്താണ് മുതുമക്കത്താഴികൾ? നന്നങ്ങാടികൾക്ക് ഒരു മൂടി ഉണ്ടായിരിക്കും. മൂടിയുടെ നടുവിൽ ഒരു ചെറിയ ദ്വാരം കാണും. നന്നങ്ങാടികളിൽ ചിലതിന് 100-ലേറെ ലിറ്റർ വെള്ളം നിറയ്ക്കാവുന്നത്ര വലിപ്പം ഉണ്ടായിരിക്കും. അപ്പൊ എന്താണ് നന്നങ്ങാടി എന്ന് മനസ്സിലായില്ലേ? ഭൗതിക അവശിഷ്ടങ്ങൾ അടക്കം ചെയ്ത കളിമൺ പാത്രങ്ങൾ, മരിച്ചവരുടെ. ഓക്കെ, അപ്പോ നമുക്ക് ഇനി ഇതിന്റെ ഇംഗ്ലീഷും കൂടി നോക്കണം അല്ലെ. ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്ക് കുടക്കല്ല്, അംബ്രല്ല സ്റ്റോൺസ്. The Kudakkallu is a kind of megalithic monument found in the state. Monument എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചരിത്ര സ്മാരകം എന്നാണ് കേട്ടോ. The Kudakkallus are burial sites in which the corpse is buried and curvilinear blocks are installed on the ground with a hollow space in between. An umbrella shaped block is kept at top. അടുത്തത് മുനിയറ, ഡോൾമൻ എന്നും മുനിയറയ്ക്ക് പറയും. മുനിയറ or Munimada is a megalithic monument found in the midland and coastal areas of Kerala. The caves found in Kandanasheri, Kattakambal and Eyal in Thrissur district and Chastanparambu near Farok in Kozhikode have multiple cavities. Bead rings with valuable gems were discovered from the caves at Chastanparambu. Some experts are of the view that Buddhist monks attained nirvana in these caves. അതായത് നമ്മള്
സമാധി എന്നൊക്കെ പറയുന്നത് ധ്യാനത്തിൽ ഇരുന്നു കൊണ്ട് മരിക്കുന്ന ആ ഒരു അതൊക്കെ ബുദ്ധിസ്റ്റുകൾ ഇതിനുള്ളിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരുപാട് വിലമതിക്കുന്ന രത്നങ്ങളൊക്കെ ഇതിനുള്ളിൽ നിന്നും കിട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അടുത്തത് നമ്മുടെ നന്നങ്ങാടി, മുതുമക്കത്താഴി എന്നും പറയും. The Mudumakatari or Nannangadi is a megalithic burial monument in which the corpse is buried in a big urn. The word Mudumakatari is derived from Mudumakkal and Tari. Some claim that the pot was named so as it was used to bury the corpse of prominent persons like village chieftains. ഓക്കെ, അപ്പൊ പ്രധാനപ്പെട്ട അപ്പൊ നമ്മളെ പിരമിഡ് എന്ന് പറയുന്നത് ഇതുപോലെ ഒരു ശവകുടീരം അല്ലേ, അതുപോലെ വലിയ ആൾക്കാരുടെ ഭൗതിക അവശിഷ്ടങ്ങളൊക്കെയാണ് ഇതിനകത്ത് സൂക്ഷിച്ചിരുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ചരിത്ര സ്മാരകങ്ങൾ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുന്ന പോസ്റ്റർ തയ്യാറാക്കുക. പ്രിപ്പയർ എ പോസ്റ്റർ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ഹിസ്റ്റോറിക്കൽ മോണ്യുമെന്റ്സ്. നമുക്കൊരു പോസ്റ്റർ നോക്കാം അല്ലെ. ഇപ്പൊ ഒരു ഞാൻ ജസ്റ്റ് ഒരു കുത്തബ് മിനാറിന്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ തന്നെ ഉണ്ടാക്കാനൊന്നും സാധിച്ചെന്ന് വരില്ലല്ലോ. അപ്പൊ ഇതുപോലെ താജ്മഹൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള കോട്ടകള്, സ്മാരകങ്ങള്, മ്യൂസിയങ്ങൾ, ഇതിന്റെയൊക്കെ ഒരു ചിത്രം വെക്കാം. ചിത്രം ഒട്ടിച്ചതിന് ശേഷം അതിന്റെ താഴെ എഴുതാം, ചരിത്ര സ്മാരകങ്ങൾ നാഗരികതയുടെ നാവാണ്. അതായത് നാഗരികത എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ചരിത്രം വിളിച്ചു പറയുന്നവയാണ് ചരിത്ര സ്മാരകങ്ങൾ, അവയെ സംരക്ഷിക്കുക എന്ന് നമുക്കൊരു പോസ്റ്റർ ഉണ്ടാക്കാം. ഇനി ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്കാണെങ്കിൽ അതുപോലെ ഏതെങ്കിലും, ഇത് അശോകൻ നിർമ്മിച്ചിട്ടുള്ള ഒരു സ്മാരകമാണ് കേട്ടോ, കേരളത്തിലുള്ളതല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലഭിക്കുന്ന ചരിത്ര സ്മാരകം, കേരളത്തിലേന്നല്ല, എല്ലാ സ്മാരകങ്ങളും സംരക്ഷിക്കപ്പെടേണ്ടതാണല്ലോ. അതുകൊണ്ട് ബാക്കിൽ വരുന്നത് ഏതായാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്മാരകത്തിന്റെ ചിത്രം കളക്ട് ചെയ്താൽ മതി. ഹിസ്റ്ററി ഈസ് അവർ സ്റ്റോറി. ചരിത്രം എന്ന് പറയുന്നത് നമ്മുടെ കഥ തന്നെയാണല്ലേ. ഹിസ്റ്റോറി ഈസ് അവർ സ്റ്റോറി. ഡോണ്ട് എൻഡ് ഇറ്റ്, അതിനെ അവസാനിപ്പിക്കരുത്. പ്രൊട്ടക്ട് ഇറ്റ്, അതിനെ സംരക്ഷിക്കുക. ഓക്കെ, ആൻഡ് നമുക്ക് ഇനി തന്നിരിക്കുന്ന ഞാൻ ആദ്യം പറഞ്ഞ നമ്മൾ അവസാനം നോക്കാന്ന് പറയുന്ന പ്രവർത്തനമാണ് ചരിത്ര സ്രോതസ്സുകളുടെ ചിത്രങ്ങൾ ശേഖരിച്ച് കുറിപ്പുകളോടുകൂടി ആൽബം തയ്യാറാക്കുക. ഇത് ചെയ്യണമെങ്കിൽ എനിക്ക് ഒരുപാടെണ്ണം നിങ്ങൾക്ക് തന്നിട്ട് കാര്യമില്ലല്ലോ, ഒരുപാട് ആക്കേണ്ടി വരും. അതുപോലെ തന്നെ അതിന്റെ ചിത്രങ്ങളും ഞാൻ തന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ നിങ്ങളൊന്ന് കളക്ട് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് കിട്ടുന്നതിന് ഒന്ന് ജസ്റ്റ് ഗൂഗിളിൽ ആ പേര് മലയാളത്തിൽ അടിച്ചു നോക്കിയാൽ മലയാളത്തിൽ നിങ്ങൾക്ക് കിട്ടും, ഇംഗ്ലീഷിൽ അടിച്ചു നോക്കിയാൽ ഇംഗ്ലീഷിലും കിട്ടും. ഒരു 2-3 ലൈൻസ് ഇത് ഏതാണ് ആരുടേതാണ് എന്ന് മാത്രം ഒന്ന് എഴുതി വെച്ചാൽ മതി. അപ്പൊ ആൽബം തയ്യാറാക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും ആൽബം തയ്യാറാക്കാം. നമുക്ക് എന്ത് ചെയ്യണം, ഒരു ചരിത്ര സ്മാരകത്തെ കുറിച്ച് എന്തായാലും ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുറിപ്പ് ആദ്യം പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ പ്രദേശത്തുള്ളത് എനിക്ക് അറിയില്ല, 14 ജില്ലകളിലുള്ള കുട്ടികൾ ഇത് കാണുന്നുണ്ട്. അപ്പൊ എല്ലാം എനിക്ക് ചെയ്യാനും സാധിക്കില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് 2 അഞ്ചുതെങ്ങ് കോട്ടയും പാലക്കാട് കോട്ടയുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അത് യൂസ്ഫുൾ ആവുന്നവർക്ക് അത് എഴുതിയെടുക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ പ്രദേശത്തുള്ളത് നിങ്ങളുടെ ഫ്രണ്ട്സ്, ടീച്ചേഴ്സ്, പാരന്റ്സിനോടൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതാണ് കേട്ടോ. ഒക്കെ ഗൂഗിളിൽ അവൈലബിൾ ആണ്. അഞ്ചുതെങ്ങ് കോട്ട നോക്കാം. ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിന്റെ ചരിത്രത്തോളം പഴക്കമുള്ള അഞ്ചുതെങ്ങ് കോട്ട തിരുവനന്തപുരത്ത് നിന്നും 30 കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വ്യാപാര ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് 1965 കോട്ട നിർമ്മിക്കുന്നത്. ആറ്റിങ്ങൽ മഹാറാണി അനുവദിച്ചു നൽകിയ സ്ഥലത്ത് കോട്ട പണിയുവാൻ ഇവിടേക്കുള്ള ജലവ്യാപാര മാർഗമാണ് ബ്രിട്ടീഷുകാരെ കൂടുതൽ ആകർഷിച്ചത്. ചതുരത്തിൽ വലിയ കെട്ടിക്കൂട്ടലുകളോ ആഡംബരങ്ങളോ ഒന്നുമില്ലാതെ നിർമ്മിച്ച ഈ കോട്ട ഒരു പാണ്ഡികശാലയായും ആയുധ സംഭരണ കേന്ദ്രമായും ഒക്കെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് പ്രവർത്തിച്ചിരുന്നു. കോട്ടമതിൽ, ബ്രിട്ടീഷുകാരുടെ ശവകുടീരങ്ങൾ തുടങ്ങിയവ കോട്ടയ്ക്കുള്ളിലായി കാണാം. അഞ്ചുതെങ്ങ് ഫോർട്ട്, ഇംഗ്ലീഷിൽ അഞ്ചുതെങ്ങ് ഫോർട്ട് എന്നെഴുതാം. The fort was the East India Company's first permanent post on the Malabar coast. മലബാറിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഫസ്റ്റത്തെ കോട്ടയാണ് അല്ലെ. ഓക്കെ, ഇൻ മലബാർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ മലബാർ തീരമാണ് കേട്ടോ. ഇൻ നവംബർ 1693 John Brabourne was sent by the British East India Company to Attingal, where he obtained from Rani Ashur a grant of a site for a fort on the sandy spit of Anjudenga. Together with the monopoly of the pepper trade of Attingal, the EIC commenced construction in January 1696. അടുത്തത് നമ്മൾ പാലക്കാട് കോട്ടയാണ്. നമ്മൾ ഓൾറെഡി പഠിക്കാനുള്ളത് കൊണ്ടാണ് അത് തന്നെ സെലക്ട് ചെയ്തത്. ടിപ്പു സുൽത്താന്റെ ജീവിതത്തിലെ തന്നെ പ്രധാന അധ്യായങ്ങളുടെ ഭാഗമായി മാറിയ കോട്ടയാണ് പാലക്കാട് കോട്ട. പാലക്കാട് രാജാവായിരുന്ന ഇട്ടിക്കൊമ്പി അച്ഛൻ കോഴിക്കോട് സാമൂതിരിയുടെ ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷപ്പെടുക എന്ന ലക്ഷ്യത്തിലാണ്
മൈസൂർ രാജാവിന്റെ സൈന്യാധിപനായ ഹൈദരലിയുടെ സഹായത്തോടെ ഒരു കോട്ട നിർമ്മിക്കുന്നത്. ഈ ഹൈദരലി എന്ന് പറയുന്ന ആരാന്നറിയോ? നമ്മുടെ ടിപ്പു സുൽത്താന്റെ അച്ഛനാണ്. ഓക്കെ, 9 വർഷമെടുത്ത് 1766 നിർമ്മാണം പൂർത്തിയാക്കി. കോട്ട ഇന്ന് പാലക്കാട് നഗരത്തിന്റെ ഹൃദയത്തിൽ കഴിഞ്ഞുപോയ വീര ഇതിഹാസങ്ങളിലെ താരമായി തലയുയർത്തി നിൽക്കുന്നു. കിടങ്ങുകൾ കൂടിയ അപൂർവ കോട്ടകളിൽ ഒന്നുകൂടിയാണിത്. ആ കിടങ്ങുകളെ പറ്റിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. Palakkad Fort is an old fort situated in the heart of Palakkad town of Kerala state, southern India. It was restructured and rebuilt grandly by Sultan Hyder Ali in 1765 AD and remains one of the best preserved forts in Kerala. Tipu's fort or Palakkad Fort in its current form was built by Hyder Ali, the ruler of Mysore in 1766. Named after Tipu, the son of Hyder Ali, the fort was under the Mysore rulers of years before it fell into the hands of British during the colonial era. The fort, situated on the strategically important location, acted as military base in the past. Years down the line, the fort enjoys the hustle and bustle of the city, with joggers, evening walkers and history buffs frequenting the area. This well-maintained fort, with its impressive laterite walls, is one of the best preserved and well-maintained forts in India. Currently under the purview of the Archaeological Survey of India, this ancient fort continues to amaze visitors to Palakkad. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ ഏകദേശം ഞാനിവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്യാം, നിങ്ങളുടെ പ്രദേശങ്ങളിലുള്ളവരോട് ചോദിക്കുക കേട്ടോ. ഇത് മതിയെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. ഓക്കെ, ആൻഡ് ഷിഫ ഫൈസലിന് ബിഗ് ഹായ്. ആൻഡ് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ പേര് പറഞ്ഞിട്ടില്ല അല്ലെ. ടു കുട്ടീസിന് ബിഗ് ഹായ്. ആൻഡ് അജ്ഫറിന് ബിഗ് ഹായ്. ആദർശിന് ബിഗ് ഹായ്. ആയിഷ ജന്നയ്ക്ക് ബിഗ് ഹായ്. ജുറൈജിന് ബിഗ് ഹായ്. ജോസ്വിന് ബിഗ് ഹായ്. അഭിനയയ്ക്ക് ബിഗ് ഹായ്. ആൻഡ് രേഷ്മയ്ക്ക് ബിഗ് ഹായ്. സനയ്ക്ക് ബിഗ് ഹായ്. അഞ്ജനയ്ക്ക് ബിഗ് ഹായ്. കൃഷ്ണയ്ക്ക് ബിഗ് ഹായ്. ആഷിതയ്ക്ക് ബിഗ് ഹായ്. ഉർജ ശ്രീജിത്തിന് ബിഗ് ഹായ്. ആരതി കൃഷ്ണയ്ക്ക് ബിഗ് ഹായ്. സൂര്യയ്ക്ക് ബിഗ് ഹായ്. ഫാത്തിമ റിതയ്ക്ക് ബിഗ് ഹായ്. അഭിറാം ആർസിക്ക് ബിഗ് ഹായ്. സ്നേഹയ്ക്ക് ബിഗ് ഹായ്. സനയ്ക്കും സന ആൻഡ് സ്നേഹ ബിഗ് ഹായ്. റഷ ഫാത്തിമ ബിഗ് ഹായ്. ആൻഡ് ആദിത്യന് ബിഗ് ഹായ്. വിഷ്ണുവിന് ബിഗ് ഹായ്. ഇഷാനിക്ക് ബിഗ് ഹായ്. സനയ്ക്ക് ബിഗ് ഹായ്. ഷിഫാന ഷെറീപ്പി ബിഗ് ഹായ്. ശിവാനിക്ക് ബിഗ് ഹായ്. ആൻഡ് മുഹമ്മദ് യസീന് ബിഗ് ഹായ്. ആയിഷ നൂനിയയ്ക്ക് ബിഗ് ഹായ്. ആൻഡ് ഷാഫിക്ക് ബിഗ് ഹായ്. നിരഞ്ജന ബിഗ് ഹായ്. ലെന ബിഗ് ഹായ്. ഡാനിഷിന് ബിഗ് ഹായ്. ആൻഡ് അനുവൃന്ദയ്ക്ക് ബിഗ് ഹായ്. അശ്വിന് ബിഗ് ഹായ്. ശൃംഗയ്ക്ക് ബിഗ് ഹായ്. ശ്രീരക്ഷയ്ക്ക് ബിഗ് ഹായ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.